ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ല, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സത്യമാണോ ഈ പറയുന്നത്? 2018 മുതൽ കോഴിക്കോട് ജില്ലക്കകത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ആരോഗ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ നിന്നുകൊണ്ട് ഒരു ഏകോപനം നടത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മളെ ആരോഗ്യമന്ത്രി എവിടെയാണ് എന്താണെന്നും അറിയില്ല. ജില്ലാ കളക്ടർ ഒന്ന് പറയുന്നു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. വൈകുന്നേരമാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. കളക്ടർ വേറൊന്ന് പറയുന്നത്, ആരോഗ്യമന്ത്രി വേറൊന്ന് പറയുന്നത്. അത് വേണ്ട. ശൈല ടീച്ചർ 24 മണിക്കൂർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉറക്കമില്ലാതെ നടത്തിയതാണ്. ഇപ്പോഴത്തെ മന്ത്രിക്ക് അതിന് പറ്റുന്നില്ല എന്നാണ് തുടക്കത്തിൽ മനസ്സിലാവുന്നത്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. കഴിഞ്ഞ ഈ വർഷങ്ങളിൽ പോലെ നല്ല കാര്യങ്ങൾ നടക്കുന്നത്, ഈ ഉച്ചയ്ക്ക് നടന്ന കാര്യങ്ങൾ പോലും മന്ത്രി അറിയുന്നില്ല. ഉച്ചയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ മന്ത്രി അറിയുന്നത് രാത്രിക്ക് ശേഷമാണ്. അഭിപ്രായം. അതെ, അത് നിങ്ങൾ പറയാൻ പോലെയൊന്നുമല്ല. നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് സ്വന്തം ആരോഗ്യം നോക്കണ്ടേ? ഇങ്ങനെ പോലെ പേടിത്തൊണ്ടനായ ഒരു മനുഷ്യൻ ഭൂലോകത്തില്ല. കുഴിമടിയ ഈ നിപ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് കേരളത്തിന്റെ മൊത്തം വിഷയങ്ങൾ നോക്കണ്ടേ. മഹത്തായ ചിന്താഗതി. ഈ രോഗം ഇന്ന ഭാഗത്ത് മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും പടരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചത്. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ? അത് പണ്ട് കാലത്തിന് ചൊല്ലുണ്ട്, എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. അപ്പൊ ഇപ്പൊ ആര് ഭരിക്കുന്നത്? അതാണ് പറഞ്ഞത്, ഭരിക്കുന്നവൻ കുഴപ്പക്കാരനാണെങ്കിൽ നാട് കുഴപ്പത്തിലാവും. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അതിന്റെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുള്ളത് വവ്വാലാണത്രത് പരത്തുന്നത്. ഇതെങ്ങനെ മനസ്സിലായി? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഈ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? കാരണം എന്താ ഇപ്പൊ മാത്രം ഈ രോഗം പരത്താൻ? അതാ പറഞ്ഞത്, ഭരിക്കുന്നവൻ ചുവല്ലെങ്കിൽ ഇതങ്ങനെ പല അനർത്ഥങ്ങളും നാട്ടിൽ സംഭവിക്കും. പുള്ളിയുടെ ദീർഘവീക്ഷണം സമ്മതിക്കണം. അന്ന് പറഞ്ഞതാണ് ഭരിക്കുന്നവര് ശരിയല്ലെങ്കിൽ. അപ്പൊ ഇപ്പൊ ഭരിക്കണ ആരാണ്? പുള്ളിയുടെ ദീർഘവീക്ഷണം സമ്മതിക്കണം കേട്ടാ. നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെന്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. വളരെ ശരിയാണ്. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.